ഷാബാൻ 15-ന്റെ ശേഷം നോമ്പ് വെക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നോമ്പ് ഖളാ ഉള്ളവരുണ്ടാവും, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ. കാരണം നമ്മളെ പോലെ അല്ലല്ലോ അവർക്ക് നോമ്പ് അധികം റമദാൻ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത ഉണ്ട്. പീരീഡ് സമയം, എൻ്റെ നിഫാസ് ഉള്ളവർ, പ്രസവം നടന്നതിന്റെ പേരിൽ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് പിന്നെ രോഗികളും അങ്ങനെയൊക്കെ ഉണ്ടാകും. നോമ്പ് നോറ്റിട്ടില്ല, ഇനി ഖളാ വീട്ടണം, റമദാൻ കഴിയാൻ പോവുകയാണ്. അപ്പോഴാണല്ലോ ഇനി അടുത്ത റമദാൻ കഴിഞ്ഞ് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും നിബന്ധനയൊക്കെ വീണ്ടും കയറി വരും. അപ്പൊ പെട്ടെന്ന് ഖളാ വീട്ടണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ 15 പറ്റൂല എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചക്ക് നോമ്പ് നോറ്റു പോരുന്ന ആളുള്ള സുന്നത്തല്ലേ നോമ്പ് വെക്കൽ, വ്യാഴം അതുപോലെ തന്നെ തിങ്കളൊക്കെ. ഇതിനൊക്കെ വ്യക്തമായിക്കൊണ്ട് കാരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉണ്ട്, ശരി തന്നെയാണ്. പക്ഷെ ആ ഹദീസ് വെച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങളും ആ ഹദീസ് വെച്ചുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും അതിന്റെ വിശദീകരണവും നൽകിയിട്ടുണ്ട്. നേരെ മറിച്ച് അത് കണ്ടിട്ട് മതവിധി എഴുതേണ്ടവർ വ്യക്തമായിക്കൊണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ്. ഏതായാലും അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അടുത്ത് ജാമിഉ സഗീറിൽ കൊണ്ടുവരുന്നുണ്ട്. ഇദൻ തസഫ ശഅബാനു ഫലാ തുസൂമു ഹത്താ യകൂന റമളാനു. ഉണ്ടോ, ഷാബാൻ 15-ന്റെ ശേഷം റമദാൻ വരെ ഇനി നോമ്പ് നിൽക്കാൻ പാടില്ല, വിലക്കാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് ഉണ്ട്. ആ ഹദീസ് എന്റെ സ്വഹീഹാണ് എന്നുള്ളതും മുഹദ്ദിസീങ്ങൾ പറയുന്നുണ്ട്. സിറാജുൽ മുനീറിന്റെ 1-ാം വാള്യം തന്നെ ഖാല ശൈഖു ഹദീസുൻ സ്വഹീഹ്, ഹദീസ് സ്വഹീഹാട്ടോ എന്ന് വ്യക്തമായിക്കൊണ്ട് മുഹദ്ദിസീങ്ങൾ പറയുന്നുണ്ട്.